ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കുക്കിങ്ങിലൂടെ വീട്ടിൽ സ്റ്റാർ ആകണോ? എന്നാൽ ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയാൽ നിങ്ങൾ ഇച്ചിരി ഒന്ന് സ്റ്റാർ ആകും. ഹെവി ആയില്ലെങ്കിൽ ഇച്ചിരി ചെറിയൊരു സ്റ്റാർ ആയിക്കോളെ. ആദ്യം മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒന്ന് സെപ്പറേറ്റ് ചെയ്തൊരു ബൗൾസിലാക്കിയിട്ട് ഇത്തിരി ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കണേ. എന്നിട്ട് നമുക്കൊരു ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്കിനി അതിലോട്ട് മുട്ടയുടെ വെള്ളം അടിച്ച് വെച്ചിരിക്കുന്നത് വീത്തി കൊടുക്കാം. വീത്താനുള്ള എളുപ്പത്തിന് ഞാനത് കപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിന് വീത്തി ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വേവിക്കുമ്പോഴേക്കും മുട്ടയുടെ വെള്ള കുറച്ചൊന്ന് വെന്ത് കിട്ടും. ഇത് മതി. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് മുട്ടയുടെ മഞ്ഞയും കൂടെ വീത്തി കുറച്ച് കുരുമുളക് പൊടി ഇത്തിരി എരിവിനും ഭംഗിക്കും വേണ്ടിയിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കണക്കാക്കിയിരുന്ന് അടച്ച് വെച്ച് വീണ്ടും ഒരു 2 മിനിറ്റ് വേവിക്കാം. ഇത് ലോ ഫ്ലെയിമിൽ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ മുട്ടയുടെ അടിഭാഗം കരിഞ്ഞു പോകും. ഇപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം. അതല്ല, വേറൊരു കാര്യം കൂടി നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണയും ഇത്തിരി കടുകും ഇത്തിരി കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി മുളക് പൊടിയും കൂടെ ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി അതിനുശേഷം നമ്മളിവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന ആ മുട്ടയും കൂടി ഇതിലോട്ട് ഇട്ടിട്ട് ഇത്തിരി ഉപ്പൂടെ ഇട്ട് നന്നായിട്ട് അതിൻ്റെ മസാല എല്ലാ മുട്ടയുടെയും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. നമുക്ക് കഴിക്കാനുള്ളത് റെഡി ആയിട്ടുണ്ട്. ഇത് ചില കുട്ടികൾ മുട്ടയുടെ മഞ്ഞ കഴിക്കുകയില്ല, വെള്ളം മാത്രമേ കഴിക്കുകയുള്ളൂ. ഇവിടെ എൻ്റെ മക്കൾ അങ്ങനെയാണ്. അപ്പോൾ അവരെ കൊണ്ട് കഴിപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടെന്ന് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ വന്നത്. നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.